എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയുള്ള ഈ പള്ളിയിൽ, അതായത് പുത്തന്തറ പള്ളിയിൽ മജ്ലിസുൽ നൂറ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എല്ലാവരും പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പോകാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ അയ്യാൻകുട്ടി കരഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരികയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നേരത്തെ പോയപ്പോൾ അയ്യാമോനെയും കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയം അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ആങ്ങളുടെ മോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ച രാത്രിയാണ്, മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമാണ് കേട്ടോ ഈ പരിപാടി അവിടെ തുടങ്ങുക. അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടൊക്കെ ഉണ്ട്. എത്തിച്ചേർന്ന് നമ്മുടെ സദസ്സ് ഭംഗിയായിട്ടുണ്ട്. ആ ഭംഗി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാസങ്ങളും ഖിയാമത്ത് നാൾ വരെ ആ ഭംഗിയോടുകൂടെ അല്ലാഹു നിലനിർത്തി പെരുമാറാവട്ടെ. നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന അതിഥിയെ ആദരാപൂർവം പരിപാടിയിലേക്ക് പ്രഭാഷണം നടത്താൻ ക്ഷണിച്ചുകൊള്ളുന്നു. അങ്ങനെ കുറച്ച് മൈലാഞ്ചിയൊക്കെ ഞാൻ പൊട്ടിച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ, കയ്യിലൊക്കെ ഇട്ട് ചോപ്പിക്കാൻ വേണ്ടി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ. വിരുന്നെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ മേലാർക്കോടിൽ കോട്ടയക്കുളം എന്ന് പറയുന്ന സ്റ്റോപ്പാണ് ഇത്. ആലത്തൂര്, പഴയന്നൂർ, ഒറ്റപ്പാലം ഈ 3 ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്ന് ബസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു 3 കൂടിയ ജംഗ്ഷനാണ്. 3 ഭാഗത്തുനിന്ന് ബസ്സും വരും. അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം ഒരു 12 മണിയൊക്കെ ആവാറായി. രാവിലെ നേരത്തെ ഒരുങ്ങിയതാണ് കേട്ടോ. ഒരുങ്ങി 12 മണിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ വീട്ടിൽ നിന്ന് വഴക്ക് പറയുകയൊക്കെ ചെയ്തു, കഴിച്ചിട്ട് പൊയ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ വന്നു. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇക്ക രാവിലെ വെട്ടാനൊക്കെ പോയി. അപ്പോൾ നിൽക്കാക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, തീരെ വയ്യായിരുന്നു. അപ്പോൾ ഇഡലിക്ക് അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. തണുപ്പായത് കൊണ്ട് തന്നെ മാവ് അധികം പൊന്തി വന്നിട്ടൊന്നുമില്ല. അതല്ലെങ്കിലൊക്കെ നേരത്തെ 5 മണിയാകുമ്പോഴേക്കൊക്കെ മാവ് നല്ലപോലെ പൊന്തി വരുന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ അരച്ച് വെച്ചതാണ്, എന്നാലും മാവ് ശരിക്കും അങ്ങോട്ട് പൊന്തി വന്നിട്ടില്ല. അപ്പോൾ കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇഡലി ഉണ്ടാക്കാം എന്നൊക്കെ കരുതി കേട്ടോ. അപ്പോൾ കുറച്ച് ഉണക്കമീനും വെണ്ടയ്ക്കയുണ്ട്, അത് കറി വെക്കണം. പിന്നെ ഇഡലിക്കൊരു സാമ്പാറും ഉണ്ടാക്കണം. വേറൊന്നും ഉണ്ടാക്കുന്നില്ല, ഈ 2 കറികൾ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതാ മീനൊക്കെ ഉണക്കമീനൊക്കെ വെള്ളത്തിലൊക്കെ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്കൊക്കെ എടുത്ത് അതും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം തന്നെ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ ചായ വെക്കുകയാണ്. അപ്പോൾ പാൽപ്പൊടി ഇട്ടിട്ടാണ് ഇന്നത്തെ ചായ. പാലൊന്നും തലേ ദിവസം കടയിൽ പോയപ്പോൾ പാല് കഴിഞ്ഞിരുന്നു, പാലൊന്നും കിട്ടിയില്ല. അപ്പോൾ പാൽപ്പൊടി ഇട്ട് ചായയൊക്കെ ഉണ്ടാക്കി 2 ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാനാണ്. നല്ലൊരു വയറ് കാളിച്ചാട്ടാ. ചില സമയത്തൊക്കെ രാവിലെ എണീറ്റത് നല്ലൊരു വിശപ്പ് പോലെ തോന്നും. അപ്പോൾ 2 ബിസ്ക്കറ്റോ ഒരു റസ്കോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ചായ കുടിക്കുക. അപ്പോൾ മക്കളൊന്നും എണീറ്റിട്ടൊന്നുമില്ല, അവരെയൊക്കെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയൊക്കെയാണ്. അങ്ങനെ ഇതാ മത്തനുണ്ട് കേട്ടോ, ചെറിയൊരു മുറി മത്തനും പരിപ്പ്, ഉള്ളി, തക്കാളി, കുടംപുളിയൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറാക്കാനാണ്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് വരുമ്പോൾ തലേ ദിവസം വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന മത്തനാണ് കേട്ടോ. അപ്പോൾ അത് തലേ ദിവസം ഞാൻ കുറച്ച് മത്തൻ എലിശ്ശേരിയൊക്കെ വെച്ചിരുന്നു, അതിനൊരു ചെറിയൊരു കഷ്ണം ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു അജ്മിൻ്റെ 10 രൂപൻ്റെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മത്തൻ, തക്കാളി, സബോള എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പീസ് കുടംപുളിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ പരിപ്പിലേക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സബോള, തക്കാളി, പച്ചമുളക്, മത്തൻ, മുളക് പൊടിയില്ല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ കുറച്ച് കുടംപുളി കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസിലിട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് അരച്ച് വെക്കാണ്. അപ്പോൾ ഉണക്കമീൻ കറിക്കുള്ള തേങ്ങയൊക്കെ ആദ്യം അരയ്ക്കാൻ കേട്ടോ. അപ്പോൾ കറണ്ട് പോകുക എന്തെങ്കിലും ചെയ്താൽ പിന്നെ ആ പണി അവിടെ മുടങ്ങില്ലെന്ന് കരുതി തേങ്ങ വേഗം ചിരകി അതും കൂടെ ഒന്ന് അരച്ച് വെക്കുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് മുറിക്കണമുണ്ട് കേട്ടോ. പാലെടുക്കാൻ പോകുമ്പോഴേക്കും ഉള്ള പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനാണ്. അപ്പോൾ കുറച്ച് നേരം നിന്ന് പണിയെടുക്കുമ്പോൾ കാല് വേദനയും ഇടുപ്പ് വേദനയും പോലെയൊക്കെ തോന്നുമ്പോൾ ഞാനിതുപോലെ ഈ സ്ലാമിൻ്റെ കയറിയിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ ഓരോ പണികളൊക്കെ ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ മുൻഭാഗത്ത് പോയി ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ടും കട്ട് ചെയ്യും. ഇനിയിപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്, അപ്പോൾ അയാൻകുട്ടി ലേറ്റിട്ടാൽ പെട്ടെന്ന് എണീറ്റാലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നിട്ടൊക്കെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പോയി വന്നതിൻ്റെ ഞായറാഴ്ച ഞങ്ങൾ എത്തിയത്. തിങ്കളാഴ്ചത്തെ അല്ല ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ, അതായത് ഈ വോയിസ് കൊടുക്കുന്നത് എന്നുള്ളത്. തിങ്കളാഴ്ച ഞാനൊന്നും പാലെടുക്കാൻ പോയില്ല, എനിക്ക് ഒട്ടും വയ്യായിരുന്നു, നല്ല ശരീരവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയും എല്ലാം കൂടെ ആയപ്പോൾ അപ്പോൾ ഇന്നെന്തായാലും പാലെടുക്കാനൊക്കെ പോകണം. ഇപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മൈലാഞ്ചിയൊക്കെ അരച്ചതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് കയ്യിലൊക്കെ ഇട്ട് ഒന്ന് ചോപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ അരച്ച മൈലാഞ്ചി ഇടുന്നതാണ് കൂടുതൽ ഇഷ്ടം, ട്യൂബ് മൈലാഞ്ചിനേക്കാളും ഇത് ഇടാനാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം. അങ്ങനെ സാമ്പാറായി. അപ്പോൾ ഇനിതാ സാമ്പാറിലേക്ക് കടുക് വറുക്കാൻ വേണ്ടി പോവുകയാണ്. ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാമ്പാറൊക്കെ ആകുമ്പോൾ നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീരും അല്ലേ. ഇന്നിപ്പോൾ ഇഡ്ഡലിക്ക് സാമ്പാർ മാത്രമേ ഉള്ളൂ കേട്ടോ, ചട്നിയൊന്നും ഉണ്ടാക്കുന്നില്ല, അതിനുള്ള സമയമൊന്നുമില്ല. മാത്രമല്ല പിന്നെ തേങ്ങ നമുക്കൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചാലും ആ തേങ്ങ ശരിക്കും നന്നാവണം എന്നൊന്നുമില്ല കേട്ടോ, ചില തേങ്ങ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. പിന്നെ ഞാൻ പെട്ടെന്ന് ഉണക്കമീൻ വെള്ളത്തിലൊക്കെ ഇട്ടപ്പോൾ തൊലി കളയാനൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ ഉണക്കമീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഉണക്കമീൻ കറി വെക്കേണ്ട. അപ്പോൾ ഈ കറി വെക്കാനിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവ ഇട്ട് കൊടുത്ത് വെണ്ടയ്ക്കയും സബോളയും പച്ചമുളകും ആദ്യം ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പാകത്തിന് പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കുക. മീനിട്ടിട്ട് ഒന്ന് തിള വന്ന ഉടനെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയുണ്ട്, ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ച് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ഒന്ന് തിളപ്പിച്ചത് ഇറക്കുക തന്നെ കേട്ടോ. അപ്പോൾ ഒന്ന് കറിക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ ഇറക്കുന്ന നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നും ഇതുപോലെയൊന്നും ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ മീതെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ചിലവർ ലാസ്റ്റ് സമയത്തും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് വറുത്തിടുന്ന കാണാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ആദ്യം താളിച്ചത് തന്നെയാണ്. അപ്പോൾ ലേശം ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഇഡലിപ്പണിക്കാണ്. അപ്പോൾ ഈ സമയം നമ്മൾക്ക് മാവ് കുറച്ചൊന്ന് ഒരു പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും ശരിക്കും അങ്ങോട്ട് പുളിച്ചിട്ടൊന്നുമില്ല. മാവ് ഒന്ന് നല്ല പോലെ ഒരു ചെറുതായിട്ടൊരു പുളിയൊക്കെ വന്നാൽ നമ്മൾ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇഡലിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുട്ടികളൊക്കെ എത്തിയിട്ട് അപ്പോൾ ഇനി കുട്ടികൾക്ക് ഞാൻ കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.